ചാനൽ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഒരു പാത്രം ചൂടാകുമ്പോൾ നമുക്ക് നെയ്യോ അല്ലെങ്കിൽ ബട്ടർ ആയിരിക്കും ഒന്നുകൂടെ നല്ലത്. ഞാനിവിടെ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. ആ നെയ്യിലോട്ട് സവോള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് എന്നിവ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് വറ്റൽമുളകും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളകിന് പകരം നമുക്ക് മുളക് പൊടിയും ചേർക്കാവുന്നതാണ്. മുളക് പൊടിയാകുമ്പോൾ കുറച്ച് കളറും കൂടെ കിട്ടും. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വാടാനായിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പം നന്നായിട്ട് വെന്ത് വാടി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. തണുത്തിട്ട് വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിൽ എടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ കുറച്ച് വെള്ളവുമായിട്ട് അരച്ചെടുക്കാം. ആ അരച്ചത് നമുക്ക് ഈ പാത്രത്തിൽ ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് പനീറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പനീർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് കസ്തൂരി മേത്തി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അവസാനവും ചേർക്കുന്നുണ്ട്. അപ്പം അതിന് മുമ്പായിട്ടിപ്പം ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യേണ്ട. ഒരു തിള, അതായത് ഒരു ചെറിയൊരു തിള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചെറിയായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. നമുക്ക് അവസാനമായിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് കസ്തൂരി മേത്തിയും കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ നമ്മുടെ പെട്ടെന്നുള്ള പനീർ ബട്ടർ മസാല റെഡിയായി. ബായ്.